കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 42ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക ജലസി, അസൂയയെക്കുറിച്ചാണ്. ഈ ഒരു മൂലപാപം എങ്ങനെയാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുക? വിശുദ്ധ കൊത്രേസ്യയുടെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ ദർശിക്കുക. നമുക്കിതിലേക്ക് തിരിയുമ്പോൾ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. മാന്യതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നതിന് പകരം സ്വന്തം യാത്രയെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും വിശുദ്ധ കൊത്രേസ്യയുടെ അസൂയയെക്കുറിച്ചുള്ള ധാരണയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് അമ്മ ത്രേസ്യയാണ്. ആവിലായിലെ വിശുദ്ധ ത്രേസ്യ വിനയത്തിനും സ്നേഹത്തിനും നൽകിയ ഊന്നൽ അസൂയയുടെ വികാരങ്ങളെ ചെറുക്കുന്നതിന് കൊത്രേസ്യയ്ക്ക് പ്രത്യേകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് യാക്കോസ്ലീഹയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. ഈ വാക്യം അസൂയയുടെ വിനാശകരമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നതായിട്ട് കൊത്രേസ്യയ്ക്ക് അനുഭവപ്പെട്ടു. നാലാമതായിട്ട് പൗലോസ്ലീഹയാണ്. അദ്ദേഹം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഇത് അസൂയയുടെ മറുമരുന്നായിട്ട് നിസ്വാർത്ഥതയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കൊത്രേസ്യ തിരിച്ചറിഞ്ഞു. സ്നേഹമുള്ളവരെ, അസൂയയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവളുടെ ഈ ആത്മീയതയെ ഒരു 5 തലങ്ങളിൽ ദർശിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് റെക്കഗ്നേഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്, നമ്മുടെ മനുഷ്യ വികാരങ്ങളെ തിരിച്ചറിയൽ. രണ്ടാമതായിട്ട് ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ വ്യക്തിപരമായ വളർച്ചയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഊന്നൽ. മൂന്നാമതായിട്ട് കൾട്ടിവേറ്റിംഗ് ഹ്യൂമിലിറ്റി, എളിമയെ വളർത്തിയെടുക്കൽ. നാലാമതായിട്ട് എംബ്രേസിങ് ജോയ് ഇൻ അതേഴ്സ് സക്സസ്, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നമ്മൾ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അഞ്ചാമതായിട്ട് ട്രാൻസ്ഫോമിങ് ജലസി ഇൻ ടു കമ്പാഷൻ, അസൂയയെ അനുകമ്പയുടെ ഒരു തലത്തിലേക്ക് തിരിച്ചുവിടൽ. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് റെക്കഗ്നേഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്, മാനുഷിക വികാരങ്ങളെ തിരിച്ചറിയൽ. അസൂയ ഒരു മനുഷ്യ സാധാരണ അനുഭവമാണെന്ന് വിശുദ്ധ കൊത്രേസ്യ സമ്മതിക്കുന്നു. എന്നാൽ അതിനെ ക്രിയാത്മകമായി തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ അവൾ ഊന്നിപ്പറയുന്നുണ്ട്. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ പലപ്പോഴും അസൂയ അനുഭവിക്കുന്നു, പക്ഷേ അത് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതെന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ അവൾക്ക് അസൂയ ഉണ്ടായിട്ടില്ല എന്നല്ല അവൾ പറയുക, അതിൻ്റെ തലങ്ങളെ അവൾ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അവൾ ഈ അസൂയ അവളെ കയറി ഭരിക്കാതിരിക്കുവാനായിട്ട് അവൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുത്തിരുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: അസൂയ തോന്നുന്നത് മാനുഷികമാണ്, പക്ഷെ ഞാൻ അതിനെ മറികടക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് അസൂയൊക്കെ ഉണ്ടാകാം, പക്ഷേ ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കുവാനായിട്ട്. അപ്പോൾ അതിനൊരു സ്വാഭാവിക വികാരമാണെങ്കിൽ പോലും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ അവളെ തന്നെ നിരന്തരം ഒരുക്കിയിരുന്നു. രണ്ടാമതായിട്ട് ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിന് പകരം സ്വന്തം ആത്മീയ വളർച്ചയെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. അല്ലെങ്കിൽ അത് അസൂയയിലേക്ക് നയിച്ചേക്കാമെന്ന് അവൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിച്ച് വയ്ക്കുന്നു: എൻ്റെ യാത്ര എൻ്റേതാണ്, ദൈവത്തിലേക്കുള്ള എൻ്റെ പാതയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ ദൈവത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എന്നിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്താലേ
എൻ്റെ കാര്യത്തിൽ ഞാനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, എൻ്റെ വളർച്ചയിൽ ഞാനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അതാണ് അവൾ എടുത്തു പറയുക. അവൾ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിന് പകരം ഞാൻ എൻ്റെ സ്വന്തം വളർച്ചയെ വിശുദ്ധിയിൽ വളർത്തിയെടുക്കണം. അവൾ സഹോദരിയെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനെപ്പോഴും എൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി അങ്ങനെ ഡിമ്മാകുന്നതിന് പകരം അല്ലെങ്കിൽ അസൂയ ജനിപ്പിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ വളർച്ചയെ വിശുദ്ധിയിൽ അല്ലെങ്കിൽ വിശുദ്ധിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുക്കണമെന്ന് അവൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ തലം കൾട്ടിവേറ്റിംഗ് ഹ്യൂമിലിറ്റി. അസൂയയെ മറികടക്കാൻ വിനയം അനിവാര്യമാണെന്ന് കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നു. ഒരാളുടെ പരിമിതികൾ തിരിച്ചറിയുന്നത് അസൂയയുടെ വികാരങ്ങൾ ലഘൂകരിക്കുവാനായിട്ട് സഹായിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: വിനയമാണ് അസൂയയ്ക്കുള്ള മറുമരുന്ന്. എൻ്റെ സ്വന്തം പരിമിതികൾ അംഗീകരിക്കുവാൻ അതെന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവൾ എളിമയെ അസൂയയ്ക്കുള്ള ഒരു മറുമരുന്നായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാനായിട്ടാണ് അവൾ നമ്മളെ പ്രബോധിപ്പിക്കുക. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ വിനയം സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു. എനിക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയകളൊക്കെ വരാം, ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ വരാം. പക്ഷേ എനിക്കതിനൊരു മറുമരുന്നുണ്ട്. ഞാൻ വിനയം ശീലിക്കുമ്പോൾ മറ്റുള്ളവർ വിജയിക്കുന്ന കാണുമ്പോൾ എനിക്ക് സമാധാനമാണ് എൻ്റെ ഉള്ളിലുണ്ടാകുക. നമ്മളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പുണ്യവതി നമ്മെ ഓർമ്മപ്പെടുത്തുക. നാലാമതായിട്ട് എംബ്രേസിങ് ജോയ് ഇൻ അതേഴ്സ് സക്സസ്. മറ്റുള്ളവരോടുള്ള യഥാർത്ഥമായ സ്നേഹത്തിൽ അസൂയ തോന്നുന്നതിന് പകരം അവരുടെ വിജയങ്ങൾ ആഘോഷിക്കുന്നത് ഉൾപ്പെടുന്നുവെന്ന് അവൾ വിശ്വസിച്ചു. അപ്പോൾ മറ്റുള്ളവരിലെ വിജയങ്ങളിൽ അസൂയയല്ല, ആഘോഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ നമ്മുടേതായിട്ട് ഏറ്റെടുക്കുന്നു, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് പുണ്യവതി നമ്മെ പഠിപ്പിക്കുക. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു: സ്നേഹിക്കുക എന്നത് മറ്റുള്ളവരുടെ ഭാഗ്യത്തിൽ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ സ്നേഹത്തിന് അവൾ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം, പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു വ്യാഖ്യാനം മറ്റുള്ളവരുടെ ഭാഗ്യത്തിൽ, മറ്റുള്ളവരുടെ വിജയത്തിൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നുള്ളതാണ്. അവൾ സഹോദരി സെലിൻ എഴുതുന്നൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ താരതമ്യം ചെയ്യുന്നതിന് പകരം ആഘോഷിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. അപ്പം മറ്റുള്ളവരുടെ ഉയർച്ച വിജയമൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത് താരതമ്യം ചെയ്ത് എനിക്കങ്ങനെ ഇല്ലല്ലോ എന്ന് തോന്നി ഡിമ്മാകുന്നതിനോ അല്ല അസൂയപ്പെടുന്നതിനോ പകരം അവൾ അതിനെ ആഘോഷമായിട്ട് മാറ്റുകയാണ്. അതിനോടത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്, ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിൻ്റെ അഞ്ചാമത്തെ തലം എന്ന് പറയുക ട്രാൻസ്ഫോമിങ് ജലസി ഇൻറ്റു കമ്പാഷൻ. അസൂയയുടെ വികാരങ്ങൾ മറ്റുള്ളവരോടുള്ള അനുകമ്പയും അവരെ മനസ്സിലാക്കലും ആയി മാറ്റാൻ കഴിയുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു: മറ്റുള്ളവരുടെ യാത്രകൾ മനസ്സിലാക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അസൂയ അനുകമ്പയായിട്ട് മാറും. മറ്റുള്ളവർ ശരിക്കും യഥാർത്ഥമായിട്ട് നമ്മളൊന്ന് ആഴത്തി മനസ്സിലാക്കിയാൽ, അവർ വിജയിക്കട്ടെ, അവർ ഉയർന്നു പറ്റേ, പക്ഷെ നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അനുകമ്പയായിട്ട് മാറുന്ന, ഒരിക്കലും നമുക്ക് അസൂയ തോന്നുന്നില്ല എന്നാണ് പുണ്യവതി നമ്മെ ഓർമ്മപ്പെടുത്തുക. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: എനിക്ക് അസൂയ തോന്നുമ്പോൾ അത് സ്നേഹമാക്കി മാറ്റാനുള്ള കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അസൂയ തോന്നുമ്പോൾ അതിനെ അവൾ വെറുതെ തള്ളിക്കളയോ അല്ലെങ്കിൽ അസൂയപ്പെടുകയല്ല ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ നിറഞ്ഞു വരുന്ന ഈ അസൂയയെ ഒരു സ്നേഹം ആക്കി മാറ്റുവാനായിട്ട് ദൈവമേ കൃപ ചൊരിയണമേ. പ്രിയമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ ദർശനങ്ങൾ നമുക്കെങ്ങനെയാണ് ആത്മീയ തലങ്ങളെയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹിക തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് കാണാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. ആരോഗ്യകരമായ ബന്ധങ്ങളിലേക്കും ആഴമേറിയ ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കുന്ന വിനയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ടീച്ചിങ്സ് വ്യക്തികളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. അവളുടെ ഉൾക്കാഴ്ചകൾ സ്വയം അവബോധവും സ്വയം സ്വീകാര്യതയും പ്രോത്സാഹിപ്പിക്കുന്ന, വ്യക്തികളെ അസൂയയുടെ വികാരങ്ങളെ നേരിടാൻ സഹായിക്കുന്ന സമകാലിക മനഃശാസ്ത്രപരമായ സമ്പ്രദായങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് സാമൂഹിക തലം. കൊച്ചുത്രേസ്യയുടെ സന്ദേശം മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നതിനും അത് ആഘോഷിക്കുന്നതിനുമുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നു. സ്പർദ്ധയേക്കാൾ
സമൂഹത്തെയും പരസ്പര പ്രോത്സാഹനത്തെയും ഈ ആത്മീയത പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ അസൂയയെക്കുറിച്ചുള്ള ഈ ചിന്തകളുടെ അവസാനത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എന്നിലെ അസൂയയുടെ വികാരങ്ങൾ എനിക്ക് എങ്ങനെ തിരിച്ചറിയാനും അവയെ ക്രിയാത്മകമായി അഭിസംബോധന ചെയ്യുവാനുമായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, മറ്റുള്ളവരുടെ വിജയങ്ങൾ അസൂയപ്പെടുന്നതിന് പകരം എനിക്ക് ഏതെല്ലാം വിധത്തിൽ ആഘോഷമാക്കി മാറ്റുവാൻ സാധിക്കും? മൂന്നാമതായിട്ട്, വിനയം നട്ടുവളർത്തുന്നത് അസൂയയുടെ വികാരങ്ങളെ മറികടക്കുവാനായിട്ട് എന്നെ എങ്ങനെയൊക്കെ സഹായിക്കും? പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അവളുടെ ഈ ചിന്തകൾ നമ്മുടെ ആത്മീയതയെ ഉണർത്തുവാനായിട്ട് സഹായിക്കട്ടെ. ഈ നിമിഷം നമുക്ക് ഒന്നുചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയായി ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭ ദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഈ അസൂയയെ ഒന്ന് തരണം ചെയ്യുവാനായിട്ട്, ഇതിന് വേരുകൾ പറിച്ചെറിയുവാനായിട്ട് നമ്മളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുകയാണ്. ഒരു സ്വാഭാവിക വികാരമായ അസൂയയെ അവൾ എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത്. ഇതിൻ്റെയൊക്കെ വേരുകൾ പറിച്ചെറിയുവാനായിട്ട് അവൾ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ലോ. കർത്താവേ, ഇതെല്ലാം നീ നൽകിയ കൃപയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെയും നീ ഈ മേഖലകളിൽ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസ്യുവിലെ കൊച്ചുറാണി അസൂയയുടെ വേരുകളെ പറിച്ചു കളഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മേഖലകളിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുന്നതിന് പകരം അതിനൊന്ന് ആഘോഷിക്കുവാനായിട്ട്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേണ്ടത്ര രീതിയിൽ സ്നേഹവും സേവനവും ലാളിത്യവും പരിപോഷിപ്പിക്കുവാനായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.